എന്ത് തിരിച്ചടിയാണ് രാജ്യം നൽകാനിരിക്കുന്നത് എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും അത് ചെറിയൊരു മറുപടി ആകരുത് എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഇന്ത്യയുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ഇത്തരത്തിലുള്ള ഇത്രയും പേരുടെ ജീവൻ പല സംസ്ഥാനങ്ങളിൽ നിന്നായുള്ളവർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മനുഷ്യത്വരഹിതമായ ഒരു കാര്യം ചെയ്യുന്നു, അതിക്രൂരമായിട്ട് ഇതിങ്ങനെ ചെയ്തു. തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി ഉണ്ടാകണം, ശക്തമായ കർശനമായ ശിക്ഷാ നടപടികൾ തന്നെയാണ് അവർക്ക് നൽകേണ്ടത്. അത് രാജ്യം മാത്രമല്ല, ലോകരാജ്യങ്ങളൊക്കെ ഒരേ സ്വരത്തിൽ അക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പഹൽഗാം ആക്രമണത്തിൽ നിന്ന് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ SI റസാഖ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പഹൽഗാമിലേക്കുള്ള വാഹനം വൈകിയത് കൊണ്ട് മാത്രമാണ് റസാഖും 11 അംഗ സംഘവും പഹൽഗാമിലെത്താൻ വൈകിയത്. അദ്ദേഹം നമുക്കൊപ്പം ഇപ്പോൾ സൂം കോളിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ റസാഖ്, ഇപ്പോൾ എവിടെയാണുള്ളത്? തിരികെയുള്ള യാത്രയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുന്നു, അതിലൂടെ കടന്നു പോകുന്നു. എന്താണ് ആ അനുഭവങ്ങളൊന്ന് പറയാമോ? നമസ്കാരം. ഞങ്ങൾ ഏറെ ആശിച്ചു വന്നതായിരുന്നു കാശ്മീരില്. മിനിയാന്ന് യാത്ര തിരിച്ചായിരുന്നു, തിങ്കളാഴ്ച. ഞങ്ങൾ ഇന്നലെ ഉച്ചയോടെ ഈ പെഹൽഗാമിലേക്ക് ഈ സംഭവ സമയത്ത് ഏകദേശം 1 മണിക്കൂർ മുമ്പ്, 1 മണിക്കൂറിന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പൗണി എന്ന പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങളെ തിരിച്ചയച്ചു പോലീസ്. അപ്പോഴൊന്നും ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലായിരുന്നു. പിന്നീട് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്കാണ് നമുക്ക് ഇങ്ങനെ ഭീകരാക്രമണമാണോ അതുകൊണ്ടാണ് ഞങ്ങളെ തിരിച്ചുവിട്ടതെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ താഴെ ഖത്ര എന്ന് പറഞ്ഞ ഇവിടെ വന്ന് റൂം എടുത്തു, ഇന്നലെ താമസിച്ചു. ഇന്നിപ്പോ അവിടെ ബന്ദ്, എല്ലായിടത്തും ബന്ദാണ്. അതുകൊണ്ട് ഇനി അവിടെ സേഫ് അല്ല എന്ന് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. ഇനി യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം എന്നൊക്കെ ആ ഹോട്ടൽ ഉടമസ്ഥരും മറ്റുള്ളവരൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങളിപ്പോ ഏകദേശം 1 മണിക്കൂർ മുമ്പ്, അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. ഇപ്പോൾ ഞങ്ങള് തിരിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരുണ്ട്? ഞങ്ങൾ 5 ഫാമിലിയാ ഉള്ളത്. പിന്നെ പരിഹാരത്തിലുള്ള സജ്ജും ഫാമിലിയും, പിന്നെ ബത്തേരിയുള്ള പ്രമോദും ഫാമിലിയും, പിന്നെ മുണ്ടേരിയുള്ള ഹണി ടീച്ചറും ഫാമിലിയും, പിന്നെ ഇത് ടൂർ ഓപ്പറേറ്റർ നമ്മളെ കൽപ്പറ്റയിലുള്ള ഒരു നാസർ സാറാണ്. അങ്ങനെ ഞങ്ങൾ 5 ഫാമിലി 12 പേരുള്ള അടങ്ങുന്ന സംഘമാണ് ഞങ്ങള് തിരിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു മോനെയും കാണുന്നുണ്ടല്ലോ, ഒരു ചെറിയ മോനൊക്കെ ഉണ്ടല്ലേ അതില്? മോനുണ്ട്. അതെ, നിങ്ങളുടെ യാത്ര ഇനി എത്ര ദിവസവും കൂടി ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്? ഞങ്ങളൊരു 9 ദിവസത്തെ യാത്രയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങൾ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് മടങ്ങാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ മടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തിരുന്നോ? ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഉൾപ്പെടെ എടുത്തിട്ടുള്ളതാണ്. അത് ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഒന്നുകൂടി ഇവിടുന്ന് തൽക്കാലം ഈ പ്രശ്നമുള്ള സ്ഥലത്ത് നിന്ന് മാറി നിന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? എന്തായാലും ശക്തമായ ഞങ്ങളിപ്പോ മടങ്ങി പോവാണ്. ഞങ്ങള് ഇപ്പൊ തൽക്കാലം ധർമ്മശാല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് താമസിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഈ പഹൽഗാമിന്റെ ഏറെക്കുറെ അടുത്തുള്ള സ്ഥലം വരെ നിങ്ങൾ എത്തിയിരുന്നു അല്ലേ? അവിടെ 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തുമായിരുന്നു. ഈ പ്രശ്നം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തുമായിരുന്നു. ട്രെയിൻ വൈകിയതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് വൈകിപ്പോയത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടാതെ ആയിപ്പോയി. ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ചില നല്ലതിനാകും എന്നുള്ളതിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴമക്കാരൊക്കെ അങ്ങനെ പറയും. അതിപ്പോൾ എത്ര നന്നായി അല്ലേ അത് അവിടെ എത്താതിരുന്നത് കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ കൂടെ ഉണ്ടായിരുന്ന നമ്മൾ ഈ ഒരുമിച്ച് ടൂർ പാക്കേജിലൊക്കെ പോകുമ്പോഴേ ഈ എയർപോർട്ടുകളിലൊക്കെ പലരെയും പരിചയപ്പെടും, അങ്ങനെ അങ്ങോട്ട് പോവലാണ് പതിവ്. അപ്പോൾ ഇതുപോലെ ഇതിൽ അപകടത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ടൊക്കെ ആശയവിനിമയമൊക്കെ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ പരിചിത മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, അപകടത്തിൽപ്പെട്ട ആരെ ഞങ്ങൾക്ക് പരിചയമില്ല. ശരി. അപ്പോൾ എന്തായാലും സുരക്ഷിതരായിട്ടിരിക്കുക. ഇപ്പോൾ മടക്കയാത്രയിലാണെന്ന് അറിയുന്നു. സേഫ് ആയിട്ട് വേഗം നാട്ടിലെത്തട്ടെ അല്ലേ? എന്തായാലും വളരെ സന്തോഷത്തോടെ കശ്മീർ സന്ദർശിക്കാൻ പോയതായിരുന്നു. പക്ഷേ എന്താണ്, നമുക്ക് ഭയപ്പാടാണ്, നിരാശയാണ്. ഏതായാലും സേഫായി തിരിച്ചു വരിക റസാഖ്. അതെ, റസാഖിനൊപ്പം മറ്റ് 11 പേരും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 12 അംഗ സംഘമാണ്, 5 ഫാമിലി ഉണ്ടെന്നാണ് അവർ പറയുന്നത്.
അതല്ല അവർ ട്രെയിൻ വൈകിയത് കൊണ്ടാണ് അവർക്ക് പഹൽഗാമിലേക്ക് എത്താൻ സാധിക്കാതിരുന്നത്. 1 മണിക്കൂർ വൈകിയാണ് അവരുടെ യാത്ര തുടങ്ങിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇതിനു മുൻപും നമ്മളോട് ചില അനുഭവങ്ങളൊക്കെ പങ്കുവച്ചവരൊക്കെ തന്നെ പറയുകയുണ്ടായി, അങ്ങനെ ചില ഡിലേ വന്നതുകൊണ്ട് മാത്രം അങ്ങോട്ടേക്ക് എത്തിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വൈകുമ്പോഴൊക്കെ നമ്മൾ എത്ര പരിഭ്രാന്തരായിട്ടുണ്ടാവും, അവിടെ എത്താൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ജീവൻ രക്ഷപ്പെടാൻ അതൊരു കാരണമായി എന്നുള്ളതാണ് പലരും പങ്കുവയ്ക്കുന്നത്. അപ്പോൾ റസാഖിൻ്റെയും കൂടെ ഉണ്ടായിരുന്നവരെയും അതിലൊരു മോനൊക്കെ ഉണ്ട്. നന്നായി എന്തായാലും രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ സുരക്ഷിതമായി തന്നെ നാട്ടിലേക്ക് എത്തട്ടെ. എല്ലാവിധത്തിലുള്ള ആശംസകളും.